നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രേയസ് അയ്യർ ഇന്ത്യ 2020 ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. സൂര്യകുമാർ യാദവിനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതുവരെ സൂര്യകുമാർ യാദവ് ആയിരുന്നു ഇന്ത്യൻ 2020 ടീമിൻ്റെ ക്യാപ്റ്റൻ. ലോകകപ്പ് ജയിച്ച ക്യാപ്റ്റനാണ്. പക്ഷേ സമയമായി, അദ്ദേഹത്തെ മറികടന്ന് മറ്റൊരാളെ കാണേണ്ട സമയമായി എന്ന് അജിത് അഗാർക്കർ ക്രിക്കിൻഫോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എന്തായാലും 2020 ക്യാപ്റ്റനായി ശ്രേയസ് അയ്യർ നിയമിതനായിരിക്കുന്നു. ഒപ്പം വൈഭവ് സൂര്യവംശി ടീമിലേക്ക് വന്നിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട്. ഇംഗ്ലണ്ടിനും അയർലൻഡിനെതിരായ 2020ക്കുള്ള മത്സരങ്ങൾക്കുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർഷിത് റാണ, പരിക്കേറ്റ് പുറത്തായിരുന്ന ഹർഷിത് റാണ ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. നേരത്തെ അക്ഷർ പട്ടേലായിരുന്നു. അക്ഷർ പട്ടേലിനെ മാറ്റി തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇംഗ്ലണ്ടിനും അയർലൻഡിനെതിരായ 2020 പരമ്പരയാണ്. ജസ്പ്രീത് ബുംറ 2020ക്ക് ഉണ്ടാകില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിനങ്ങളിൽ കോഹ്ലി കളിക്കില്ല എന്ന് നേരത്തെ കൺഫേം ചെയ്തിരുന്നു. പരിക്കാണ്. കാരണം കോഹ്ലിക്ക് പകരം ജയ്സ്വാൾ കളിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ശ്രേയസ് അയ്യർ ഇന്ത്യൻ 2020 ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായിരിക്കുന്നു. പുതിയ വൈസ് ക്യാപ്റ്റനും തിലക് വർമ്മ പുതിയ വൈസ് ക്യാപ്റ്റനായും ടീമിലുണ്ട്. ഇതാണ് പൊതുവായ ടീമിൻ്റെ ഒരു ന്യൂക്ലിയസ്. വൈഭവ് സൂര്യവംശിയുണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്, ഹർഷിത് റാണയുണ്ട്, ശ്രേയസ് അയ്യരുണ്ട്, തിലക് വർമ്മയുണ്ട്. അങ്ങനെ ഒരു പിടി താരങ്ങൾ കൃത്യമായും ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ 2020 ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് പുതിയൊരാൾ വന്നിരിക്കുന്നു. മറ്റൊരു തരത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു.